വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജ് വരുമ്പോഴേക്കും നമ്പർ ബാൻ ആവുക. അല്ലെങ്കിൽ കുറച്ചധികം മെസ്സേജ് നമ്മൾ അങ്ങോട്ട് അയക്കുമ്പോൾ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ബിസിനസ്സൊക്കെ ആണെങ്കിൽ നമ്മളെ ഷോപ്പ് എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് അറിയിക്കാനോ അല്ലെങ്കിൽ ഓഫർ അറിയിക്കാനോ എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് ഒന്ന് അതിൻ്റെ പ്രൊമോഷൻ ചെയ്യുമ്പോഴൊക്കെ കുറച്ചധികം മെസ്സേജ് കസ്റ്റമേഴ്സിലേക്ക് അയക്കുമ്പോൾ പെട്ടെന്ന് നമ്പർ റെസ്ട്രിക്റ്റ് ആവുക, ബ്ലോക്ക് ആവുക, ബാൻ ആവുക. അതേപോലെ തന്നെ കുറേ അധികം എൻക്വയറീസ് വരുന്ന സമയത്ത് കുറേ അധികം എൻക്വയറി നമ്മുടെ ചാറ്റിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്പർ ബാൻ ആവുക, ബ്ലോക്ക് ആവുക. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് ചെയ്യാവുന്ന 3 കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങളുടെ നമ്പർ വെരിഫൈ ചെയ്യാം. വാട്സപ്പ് നമ്പർ വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ നമ്പർ വാട്സപ്പിൽ ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് വെരിഫൈ യുവർ വാട്സപ്പ് പറഞ്ഞിട്ട് മന്ത്ലി ഒരു 600 സംതിങ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തിട്ടോ 2000 രൂപ കൊടുത്തിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാവും, ടിക്കൊക്കെ വെച്ചിട്ടുള്ളത്. ആ വെരിഫിക്കേഷൻ അല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ കമ്പനിയുടെ രജിസ്ട്രേഷനും കമ്പനിയുടെ ലൈവ് വെബ്സൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ഇന്ന കമ്പനിയുടെ അണ്ടറിലുള്ള നമ്പറാണെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷനും ലൈസൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്ന സിസ്റ്റം ആണ് വാട്സപ്പിൻ്റെ വെരിഫിക്കേഷൻ. ഏറ്റവും മിനിമം നിങ്ങളത് ചെയ്യണം. അത് ചെയ്താൽ നിങ്ങളുടെ നമ്പർ ബാൻ ആവാതെ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറും ഒരു സാധാരണ ആളുകൾ എടുത്ത പോലെ ഒരു സിമ്മാണ്. ആ സിമ്മ് വെച്ചിട്ടൊരു വാട്സപ്പ് തുടങ്ങി, അങ്ങനെ ഒരു വാട്സപ്പ് അക്കൗണ്ട് അത്ര ആ നമ്പർ കൊണ്ട് വാട്സപ്പിൻ്റെ കണക്കിൽ ആ നമ്പറിന് അത്രയും സ്ഥാനമുള്ളൂ. നേരെ കുറച്ച് നമ്പർ വെരിഫൈ ചെയ്യുമ്പോൾ വാട്സപ്പിൻ്റെ ഇതൊരു അംഗീകൃത കമ്പനിയായി മാറി. ഓക്കെ, വെരിഫൈഡ് കമ്പനിയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷനൊക്കെ നോക്കുന്നുണ്ട് വെരിഫൈ ചെയ്യാം. വാട്സപ്പിൻ്റെ വെരിഫിക്കേഷൻ മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ നോർമലി യൂസ് ചെയ്യുന്ന നിങ്ങളെ വാട്സപ്പിൻ്റെ ആ ഒരു വാട്സപ്പ് വെരിഫൈ ചെയ്യുന്ന വർക്ക് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ഏകദേശം 2500 ആണ് ഒറ്റ തവണ ലൈഫ് ടൈം വെരിഫിക്കേഷൻ കോസ്റ്റ് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഒരു പരിധി വരെ, നോർമൽ നമ്പർ പെട്ടെന്ന് ബാൻ ആവുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ ബാൻ ഇല്ലാതെ വാട്സപ്പിൻ്റെ റെക്കോർഡ്സിൽ നിങ്ങളൊരു രജിസ്റ്റേർഡ് കമ്പനി ആയിരിക്കും. ആ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, വാട്സപ്പ് ബിസിനസ്സുകൾക്ക് ഒഫീഷ്യലായിട്ട് കുറേ അധികം മെസ്സേജ് അയക്കാനും, ഇപ്പോൾ ഒരു 1000 മെസ്സേജ് അല്ലെങ്കിൽ 10,000 മെസ്സേജോ അല്ലെങ്കിൽ ഒരു 1,00,000 മെസ്സേജൊക്കെ ഒറ്റയടിക്ക് അയക്കാനുള്ള സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. വാട്സപ്പ് ഒഫീഷ്യൽ API എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ ഇനി അതല്ല ഒരു പ്രൊഫഷണൽ സിസ്റ്റമാണ് നോക്കുന്നത്. നോർമലി യൂസ് ചെയ്യുന്ന അത്യാവശ്യം എൻക്വയറി ഇങ്ങോട്ട് വരുന്നു, കുറച്ചധികം മെസ്സേജ് ഒക്കെ അങ്ങോട്ട് അയക്കാണ്ട് മാനുവലി വാട്സപ്പ് വഴി നടക്കുന്ന പ്രൊമോഷൻസിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് വാട്സപ്പ് വഴി കുറേ അധികം മെസ്സേജുകൾ ബൾക്കായിട്ട് മെസ്സേജ് അയക്കണം, കുറച്ചൊരു പ്രൊഫഷണലായിട്ട് കുറച്ച് ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, കമ്പനിയുടെ അക്കൗണ്ട് വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം, പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ API നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വാട്സപ്പ് ഒഫീഷ്യൽ API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സിസ്റ്റം അല്ല. സാധാരണ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ആ ഒരു വാട്സപ്പ് അല്ല. അതിന് സെപ്പറേറ്റ് തന്നെ വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളൊരു സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ മെസ്സേജ് പിന്നെ മാനേജ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ മെസ്സഞ്ചറൊക്കെ യൂസ് ചെയ്യുമല്ലോ, അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഒരു പോർട്ടൽ ഉണ്ടാവും. ഈ പോർട്ടലിൽ തന്നെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ചാറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന സെക്ഷൻ അവിടെ ആയിരിക്കും. പിന്നെ അതിൽ നിങ്ങൾ പുതിയ നമ്പർ എടുത്തിട്ട് കമ്പനിയുടെ പേരിൽ ആ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അണ്ടറിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുക. അതിന് നമ്മൾ സോഫ്റ്റ്വെയർ വരുന്നുണ്ട് കൂടെ. ഓരോ മെസ്സേജ് ഇപ്പോൾ നമ്മൾ ബൾക്ക് മെസ്സേജാണ് അയക്കുന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിന് ഒരു പ്രൊമോഷൻ മെസ്സേജ് അയക്കുന്നതിന് പെർ മെസ്സേജിന് 80 പൈസ ചാർജ് വരും. വാട്സപ്പിന് കൊടുക്കേണ്ട പേയ്മെൻ്റ് ആണ് ഇത്. ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും റെക്കമെൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ വാട്സപ്പ് ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം. ഇതിൽ നമുക്ക് 100% നമ്മൾ നമ്പർ ബാൻ ഇല്ലാതെ സെപ്പറേറ്റ് നമ്പർ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ, അതിനായിട്ട് സെപ്പറേറ്റ് നമ്പർ എടുത്തിട്ട് ആ നമ്പർ പോർട്ടൽ മാനേജ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ 100% നമുക്ക് ബാൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ചാർജസ് വരുന്നത് ഏകദേശം സോഫ്റ്റ്വെയറും സപ്പോർട്ടും നിങ്ങൾക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ലൈവ് വെബ്സൈറ്റും നിങ്ങൾക്ക് കമ്പനിയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അതിന് ഏകദേശം 3 പ്ലാൻസ് ഉണ്ട്. 3 മന്ത് പ്ലാൻ ഉണ്ട്, 6 മന്ത് പ്ലാൻ ഉണ്ട്, 1 ഇയർ പ്ലാൻ ഒക്കെ ഉണ്ട്. 3 മന്ത് പ്ലാൻ 4500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മന്ത് ആണെങ്കിൽ 7500, 11,500, 1 ഇയർ, അങ്ങനെയൊക്കെ പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിനനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2500 മുതലുള്ള പ്ലാൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് നമ്പർ ബാൻ ആവാതെ ഒഫീഷ്യലായിട്ട് വെരിഫൈഡ് ആയിട്ട് ചെയ്യുന്ന സിസ്റ്റം. ഓർക്കുക, ഈ വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ബാൻ ആയിക്കൊണ്ടേയിരിക്കും. കാരണം വാട്സപ്പിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. കാരണം വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം വെരിഫൈ ചെയ്യാത്തൊരു അക്കൗണ്ട് വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു സിം ആരോ അതിൽ പേരിൽ ഒരു കമ്പനി പ്രൊഫൈൽ വെച്ചിട്ട് ഒരു പ്രൊമോഷൻസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് വാട്സപ്പിൻ്റെ കണ്ണിൽ നിങ്ങളുടെ ആ നമ്പർ കറൻലി. അപ്പോൾ അവർ ഇനിയിപ്പോൾ അതിൽ ഒരു പരിധിയിൽ കൂടുതൽ മെസ്സേജ് വരുമ്പോൾ അവരുടെ സേഫ്റ്റി ഫീച്ചറും പോളിസിക്ക് അനുസരിച്ച് അവർ ബാൻ ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നിർബന്ധം ബാൻ ചെയ്യും. ബാൻ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ സെക്യൂർ ചെയ്യണം, നമ്മുടെ നമ്പർ സെക്യൂർ ചെയ്യണം. അതിന് നമ്മൾ ഇതുപോലത്തെ വെരിഫിക്കേഷൻസ് ചെയ്യണം, ഒഫീഷ്യൽ നമ്പേഴ്സ് എടുക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ നമ്പറിന് യാതൊരു സെക്യൂരിറ്റിയും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഒഫീഷ്യൽ API ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ നിലവിലുള്ള നമ്പർ വെരിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.